ഇന്ന് ലൈവിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരെ എത്തി നിൽക്കുന്ന മത്സരാർത്ഥികളോട് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക്. നിങ്ങളിൽ ആരൊക്കെയാണ് ലക്ക് കൊണ്ട് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്? ഓരോ മത്സരാർത്ഥികളും രണ്ടുപേരുടെ പേരും കാരണവും പറയുക എന്നതാണ് ടാസ്ക്. ബിഗ് ബോസ് ഹൗസിൽ ലക്ക് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നോറയും അഭിഷേകുമാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ അതിനുള്ള കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ടിക്കറ്റ് ടു ഫിനാലയുടെ ഈ ഒരു പോയിന്റ്സ് ഇല്ലാതെ ഫൈനലിലോട്ട് എനിക്ക് നോറയെ തോന്നുന്നില്ല. നോറ ഇപ്പൊ നിൽക്കുന്ന ഒരു ഗ്രാഫ് വെച്ചിട്ട് അത് അകത്തുനിന്ന് ഞാൻ കാണുന്ന ഒരു അടിസ്ഥാനത്തിലാണ് കേട്ടോ, പുറത്തുനിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അകത്ത് ഞാൻ കാണുന്ന ഒരു അടിസ്ഥാനത്തിൽ നോറയുടെ ഗ്രാഫ് താഴ്ന്നു വരികയാണ്. അപ്പം ഈ ടിക്കറ്റ് ടു ഫിനാലയുടെ പോയിന്റ്സ് നോറയ്ക്ക് ഉണ്ടെങ്കിൽ നോറയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പെട്ടെന്ന് ഒരു നോമിനേഷൻ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഫിനാലയിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയാ, ഒരു അഡീഷണൽ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നോറ പിന്നെ ഇപ്പൊ കുറച്ച് ഇതായിട്ട് നമ്മൾ നോമിനേഷനിലൊന്നും വന്നിട്ടില്ലല്ലോ നോറ. അപ്പൊ അതൊരു ലക്ക്. ഇത് കിട്ടുകയാണെങ്കിൽ നോറ തുണയ്ക്കട്ടെ, അല്ല പുറത്ത് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലെങ്കിൽ അല്ലാതെ ആയിക്കോട്ടെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിഷേകിനെയാണ്. അഭിഷേകിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഭിഷേക് ഇവിടുന്ന് പോകുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ വിചാരിച്ചു അഭിഷേക് പോകുന്നു, അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത്. ബിക്കോസ് ഞാൻ ഇവിടെ കാണുമ്പോൾ അഭിഷേകിന്റെ ഒരു ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ്, താഴോട്ടും ഇല്ല മുകളിലോട്ടും ഇല്ല, ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫാണ്. ഒരു പക്ഷെ എന്റെ കണ്ണിലാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് അഭിഷേകിന് ഈ പോയിന്റ്സുകൾ കൂടുതൽ കിട്ടുമ്പോൾ അഭിഷേകിനും ഇതേപോലെ തന്നെ ഒരു എവിക്ഷൻ ഫ്രീ കിട്ടിയതിന് ശേഷം ഫിനാലയിലേക്ക് എത്താൻ അഭിഷേകിനെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലക്ക് കൊണ്ട് മുന്നേറുന്ന രണ്ട് മത്സരാർത്ഥികൾ ശ്രീതുവും നോറയുമാണെന്നാണ് സായി അഭിപ്രായപ്പെടുന്നത്. ഒന്ന് നോറയാണ്. വൈ? ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെയുള്ള ജേണി ലക്ക് ഞാൻ ഒരിക്കലും കംപ്ലീറ്റ്ലി പറയുന്നില്ല. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഓഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ ആളുകൾ നിർത്തുന്നത്, അതൊരു ഫാക്ടർ. പിന്നെ നമ്മൾ ഈ വീട്ടിനകത്ത് ചെയ്ത കാര്യങ്ങളും അതിലൊരു ഫാക്ടറാണ്. ലക്ക് കുറച്ച് മാത്രമുള്ളത്. നോറയുടെ കേസ് പലരും പറയുമ്പോൾ ടാസ്കിൽ ഇൻവോൾവ്മെന്റും ടാസ്ക് ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ട്രെയിൻ പോലെ ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് നമുക്ക് ടിക്കറ്റ് ഫിനാലെ. ഇത് അടിച്ച് ഫസ്റ്റ് പോണ പോയിന്റ്സ് അത് മാത്രം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇങ്ങനെയല്ല പറയേണ്ടത്. ക്യാപ്റ്റൻ പറഞ്ഞു കൊടുക്കൂ. ഇല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലയിലേക്ക് അവര് പോവില്ല. ഈ രണ്ട് തന്നെ ഞാൻ മാറ്റി സെയിം. അത് നീ അങ്ങനെ പറയാതെ ഇങ്ങനെ പറയണേ. പോയിന്റ്സ് ഇല്ലെങ്കിൽ ചിലരെങ്കിലും ഭാഗ്യത്തിന്റെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ പണ്ടേക്ക് കൊണ്ടേ പുറത്തായി പോവേനെ. അപ്പൊ അവർ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവര് മേ ബി ഈ ആഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സെയിം തിങ്. ഒന്ന് നോറ തന്നെ, ഒന്ന് ശ്രീതു, ഒന്ന് നോറ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാസ്കുകളിലെ പെർഫോമൻസ് എല്ലാവരും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് ബെറ്റർ ആക്കാനുള്ള ഒരു ടൈമാണ് ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീക്ക് സെയിം. അടുത്തത് ശ്രീതു, സെയിം തിങ്. അതായത് പെർഫോമൻസുകൾ ഹൈ ലെവലിൽ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പൊ ഈ വരുന്ന ഗെയിമുകൾ ബെറ്റർ ആയിട്ട് കളിക്കുക, ടിക്കറ്റ് ഫിനാലയില് മാക്സിമം പോയിന്റ് അടിച്ചിട്ട് മുന്നോട്ട് പോവാ. അല്ല ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് വോട്ട് തുടങ്ങുന്നതും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ജേണി ആരംഭിക്കുന്നതും നമ്മളുടെ എത്തിയ സമയം മുതലാണ്. അപ്പോൾ ടിക്കറ്റ് ഫിനാലയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ടോപ്പ് 5 നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഫിനാലയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ 25 പേരിൽ മേ ബി ഒരു 5 or 6 ഒക്കെ ആയിരിക്കും മാക്സിമം എൻഡ് ഓഫ് ദി ഡേ ഉണ്ടാകുക. അപ്പോൾ അതിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ടിക്കറ്റ് ഫിനാലെ. ഈ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല എവിക്ഷൻസ് ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഈ ഇരിക്കുന്ന 10 പേരും അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നുന്ന രണ്ടാൾക്കാർ. വൈ? ഇതാണ് നമ്മുടെ ടാസ്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് ഞാൻ പറയുന്നത് നോറയാണ്. കാരണം നോറയുടെ ഒരു ജേണി ഫസ്റ്റ് തൊട്ടുള്ള ഇന്ന് വരെയുള്ള ജേണി, ഇനി മുന്നോട്ടുള്ള ജേണിയിൽ നോറ പലപ്പോഴും ഈ ഭയപ്പാട് നോറയെ ഒന്ന് ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോറ ഇപ്പം പ്രേക്ഷകരുടെ വോട്ടാണ് നമ്മളിലേക്ക് ഇവിടെ എത്തുക. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടുന്ന് എവിക്റ്റായി പോകുന്നില്ല. നമ്മൾ നോമിനേഷന് വരുന്നു, നമ്മൾ എവിക്റ്റായി പോകുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരും സൂപ്പർ ഗെയിമേഴ്സ് ആണെന്നോ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് എല്ലാം ശരി എന്നല്ല. ഈ മലയാളത്തിൽ നമ്മൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരു പഴഞ്ചൊല്ല് പറയും.
ചിലപ്പോൾ 8 പേര് നോമിനേഷനകത്താണെന്നുണ്ടെങ്കിൽ 8ാമത് നിൽക്കുന്ന വോട്ടിംഗ് പൊസിഷനിൽ 8ാമത് നിൽക്കുന്ന ഒരാൾ എവിക്റ്റായി പോയേക്കാം, അല്ലെങ്കിൽ 8ലും 7ലും നിൽക്കുന്ന 2 പേര് എവിക്റ്റായി പോയേക്കാം. എന്ന് വെച്ച് 6ാമത് നിന്നാളും 5ാമത് നിന്നാളും അവർ ചെയ്ത എല്ലാ പ്രവൃത്തികളും ശരിയാണ് എന്നില്ല. അവരുടെ ആ ഒരു രീതികൾ, ഗെയിമുകൾ, നമ്മുടെ ഇപ്പോൾ ഇന്നലെ ഞാനും ജാസ്മിനായിട്ട് ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ ഈ ചേഷ്ടകൾ, പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിവിടെ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി, അതായത് നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, നമ്മൾ സംസാരിക്കുന്നത്, മിണ്ടുന്നത്, ഓരോ ദിവസത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളോടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പ്രേക്ഷകർക്ക് മാറി മറിയാം. അപ്പോൾ നോറ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നപ്പോഴത്തേക്കും ടാസ്കിന്റെ ബേസിലാണെങ്കിലും സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും നോറ ഒരിക്കലും ഒരാളുടെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ കേട്ട് മറുപടി പറയാനായിട്ട് നോറയ്ക്ക് പറ്റാറില്ല. നോറ ഒരു കാര്യങ്ങളകത്ത് ഇടപെടുന്നതിനകത്ത് അല്ലെങ്കിൽ മറുപടി പറയുന്നതിനകത്തുള്ള കാലതാമസം മറ്റുള്ള ആൾക്കാർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കകത്ത് വ്യക്തത വരാതെ പോകുന്നുണ്ട്. ഇപ്പൊ നോറ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പറയുന്ന കാര്യത്തിനകത്ത് ഒരുപാട് ക്ലാരിറ്റി ഉണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്, ഞാൻ ആ കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ ഹൗസ് മേറ്റ്സിലൂടെ നിൽക്കുന്ന സമയത്ത് നോറ പറയുന്ന പ്രവർത്തികളകത്ത് നമ്മൾ എപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡാണ്, അല്ലെങ്കിൽ നോറ പറയുന്ന ആംഗിൾ ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല. അതേപോലെ പ്രേക്ഷകർക്കും അതേ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നോറ പറയുന്നത്, ഇപ്പൊ ക്യാമറ നോക്കി നോറ സംസാരിക്കുന്നുണ്ട്. സിജോ ചൂണ്ടിക്കാട്ടി 2 മത്സരാർത്ഥികൾ ജാസ്മിനും നോറയുമാണ്. ഓക്കെ, എപ്പോഴും നല്ല ഞാൻ പറയുന്നത്, ഇന്ന് കണ്ടു നോറ ക്യാമറ നോക്കി സംസാരിക്കുന്നത്, അത് കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ, നോറ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെന്നുണ്ടെങ്കിൽ വോട്ട് നമ്മളിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടിക്കറ്റ് ഫിനാലെ നോറ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേ ബി അടുത്ത എവിക്ഷനിലേക്ക് നോറ ഇവിടെ കാണണമെന്ന് ഇല്ല. അതുകൊണ്ട് എന്റെ വ്യൂ പോയിന്റിൽ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യേണ്ടത് നോറയ്ക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നോറ മുന്നോട്ടുള്ള യാത്രയിൽ ആ ഒരു 13ഓ 12ഓ ആ വീക്ക് താണ്ടില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ആള് ജാസ്മിനാണ്. ജാസ്മിന്റെ കാര്യം ഞാൻ പറയുന്നതും 100 days ജേണി. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിവിടെ 60ാമത്തെ ദിവസം 70ാമത്തെ ദിവസം അത് തൊട്ടല്ല നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. നമുക്കിവിടെ വോട്ട് കിട്ടുന്നത്, നമ്മളെ ആൾക്കാർ സ്വീകരിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ഡേ 1 തൊട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല ആൾക്കാരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ 100 days ജേണി എടുക്കുമ്പോഴത്തേക്കും ആ വ്യക്തി ഇവിടെ ചെയ്തിട്ടുള്ള പല പ്രവൃത്തികൾ അത് ജനങ്ങൾ വീണ്ടും റീതിങ്ക് ചെയ്യും. നമുക്ക് ഫിനാലെ വീക്കിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് നമ്മൾ 10 പേരേ ഉള്ളൂ, ഈ 10 പേരിൽ ആർക്ക് വോട്ട് കൊടുക്കണം ജനങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അത് ചില ഇപ്പം സിജോ, അല്ലെങ്കിൽ അഭിഷേക്, സായ്, അല്ലെങ്കിൽ ജാസ്മിൻ, ഇങ്ങനെ ഓരോ ആൾക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണും. പക്ഷെ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതായത് അവർ നോക്കുന്നത് ഈ വ്യക്തി എന്ത് ചെയ്തു, ഈ വ്യക്തിയുടെ ഫിസിക്കൽ ടാസ്ക് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വെർബൽ എബിലിറ്റി എങ്ങനെയായിരുന്നു, ഈ വ്യക്തിയുടെ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി നോക്കിയിട്ടായിരിക്കാം ഒരു വലിയ വോട്ട് വരിക. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വോട്ട് വരണമെന്നുണ്ടെങ്കിൽ 100 days ജേണി, നമ്മുടെ 100 days ജേണി അവിടെ മൊത്തത്തിലൊന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ജാസ്മിന് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ലാസ്റ്റ് വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജാസ്മിൻ ആൻഡ് നോറ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.